ഇവിടെ ഒരുത്തിന് രാഷ്ട്രീയമില്ല. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് കൊള്ളക്കാരന്മാർ മാത്രമാണ്. അല്ലാതെ എന്താണ് ഈ രാഷ്ട്രീയം? ഇവിടുത്തെ കയറി ഇരുന്നിട്ട് ഈ ഓരോ മേയറാകുക, ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാത്ത എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത്? അപ്പൊ ഈ വി ഡി സതീശൻ ഒക്കെ സ്ഥാനമാനത്തിന് വേണ്ടി നിൽക്കുന്നവനല്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 5 പെണ്ണുങ്ങൾ ചേർന്ന് ഒരുത്തനെ പിടിച്ചോണ്ട് നമ്മളെല്ലാം നിന്ന് കൊടുക്കത്തില്ലേ? ആരെങ്കിലും ബലാത്സംഗം ചെയ്യാൻ വന്ന ഒക്കെ ഇങ്ങനെ പറയാവോ? ഇവിടുത്തെ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തിരി മര്യാദ കെട്ടവന്മാരാണ്. പഠിച്ച് എവിടെങ്കിലും പോയി രക്ഷപ്പെടുക എന്ന് പറയുന്ന യുക്തിയാണ് ഈ സ്കൂളിലും വീടുകളിലും എല്ലാം പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്, എവിടെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ടാണ്, ജോലിക്ക്. അല്ലാതെ പൗരബോധം ഉണ്ടാകുന്നതോ ആ നിലവാരത്തിലുള്ള എന്തെങ്കിലും ഒരു അറിവ് നൽകുന്ന ഏത് ക്ലാസ് റൂമിലാണ് ഉള്ളത്? അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നത്. അടിസ്ഥാന സൗകര്യം എല്ലാവർക്കും ആവശ്യമാണല്ലോ, പൊതുവായ ആവശ്യം. വിജയ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സിംഗപ്പൂർ മോഡലിൽ തമിഴ്നാടിനെ മാറ്റുമെന്നാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഇന്ത്യൻ ഭരണഘടന നിൽക്കുന്നിടത്തോളം കാലം അയക്കുന്നതൊന്നും ചെയ്യാനൊക്കത്തില്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ഇനി അയക വിവരം കൂടിയില്ലാത്ത കാരണം കൊണ്ട് പറയാം, പാവം. ഹായ്, വെൽക്കം ടു സിനിമ കമ്പനി. ദിസ് ഇസ് ഗണേഷ് സത്യകുമാർ. ഇത് നമ്മുടെ കൂടെ ഉള്ളത് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ മൈത്രേയനാണ്. വെൽക്കം സർ. ഇത്തവണ വോട്ട് ചെയ്തിരുന്നോ? വോട്ട് ചെയ്ത്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ഈ ജനറേഷനിൽ, അതായത് ജെൻസി വരുന്ന ഈ ജനറേഷനിലെ കുട്ടികളിൽ കുറെ അധികം പേര് പൊളിറ്റിക്കലാണ്, അതായത് അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട്. അവർ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ ഇത് ശരിക്കും ഒരു അബദ്ധമല്ലേ? ഇത് തിരുത്തേണ്ട ഒരു കാര്യമല്ലേ? പറയുന്നവരുടെ കുഴപ്പം കൊണ്ടല്ല അത്. അല്ല, ഞാൻ അവരെ വളർത്തിയവരുടെ കുഴപ്പമാണ്. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ? അവരാണ്, അവർക്ക് എന്ത് രാഷ്ട്രീയ ബോധമുള്ളവരെയാണ് അവർ വളർത്തി. അവരെന്ത് രാഷ്ട്രീയ ബോധമുള്ള സ്കൂളിലാണ് അവരെ വിട്ടത്? കുട്ടികളെ വളർത്തുന്നതനുസരിച്ചല്ലേ അവരിരിക്കുന്നത്. അല്ലാതെ അവർക്ക് താനേ ആശയങ്ങൾ വരികയാണ്. വളരെ അരാഷ്ട്രീയമായ വീടുകളിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ അത് കാരണം സ്വാഭാവികമായിട്ട് അതങ്ങനെ വന്നു. പണ്ട് സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് ആൾക്കാരെല്ലാം പൊതുവായിട്ട് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വോട്ടെന്ന് പറഞ്ഞൊക്കെ പ്രഷ്യസായിട്ടും കരുതുകയും അങ്ങനെ കിട്ടാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ വാല്യൂ തിരിച്ചറിയാനായിട്ട് കഴിവില്ലാത്തവരായിട്ടാണ് പിന്നെ വളർത്തിയിരിക്കുന്നത്. പഠിച്ച് എവിടെങ്കിലും പോയി രക്ഷപ്പെടുക എന്ന് പറയുന്ന യുക്തിയാണ് ഈ സ്കൂളിലും വീടുകളിലും എല്ലാം പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്, എവിടെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ടാണ്, ജോലിക്ക്. അല്ലാതെ പൗരബോധം ഉണ്ടാകുന്നതോ ആ നിലവാരത്തിലുള്ള എന്തെങ്കിലും ഒരു അറിവ് നൽകുന്ന ഏത് ക്ലാസ് റൂമിലാണ് ഉള്ളത്? എപ്പോഴെങ്കിലും ക്ലാസ് റൂമിനകത്ത് ഇന്ത്യയെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭരണഘടന ഉണ്ടെന്നോ എവിടെങ്കിലും പഠിക്കുന്നുണ്ടോ? ആകപ്പാടെ രാവിലത്തെ ഇതിനകത്ത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ, അത് തന്നെ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്ന എവിടെ ഉണ്ടാകും? സ്കൂളിലുണ്ടോ? വീട്ടിലുണ്ടോ? ഇനിയും ജോലി ചെയ്യുന്നിടത്ത് എവിടെങ്കിലും ഉണ്ടോ? ജോലി ചെയ്യുന്നവർ രാഷ്ട്രീയക്കാരാകരുതെന്നല്ലേ പഠിപ്പിക്കാറുള്ളൂ. റൈറ്റ് ടു ഇൻഫർമേഷനൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുള്ളതാണ്. അത് അതിന്റെ നിയമമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഓരോ വർഷവും ഇന്ന കാര്യത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ഇപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് കളഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെ ഉള്ള ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഈ ഇയാള് പറഞ്ഞതാണ് ജെൻസി, അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് ഈ വാക്ക്. എവിടെങ്ങും ഉള്ളതല്ല, അത്ര അറിയണം. അമേരിക്കക്കാണ് ഈ സി എന്ന് ഇയാൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യുസഡിന് പിന്നെന്തിനാണോ ജെൻസി എന്ന് വിളിക്കുന്നത്? ഇങ്ങനൊരു ഏപ്പുകള് ഞാൻ വാക്ക് ഉപയോഗിക്കാൻ നാണമുള്ള ആളാ. പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കത്തുമില്ല. അതിന്റെ കാര്യം ഇതുകൊണ്ടാണ്, അമേരിക്കക്കാരന്റെ വാലെ കടിച്ച് ഇവിടെ എന്താണ് ഹോളിവുഡ് കഴിഞ്ഞാൽ പിന്നെ ബോളിവുഡ് എന്നും മോളിവുഡ് എന്നും ടോളിവുഡ് എന്നൊക്കെ പറയുന്നത് എന്തൊരു നാണം കെട്ട കഴുതകളവനല്ല. അപമാനം വേണ്ടേ? യൂറോപ്പിലൊക്കെ എത്രയോ ആൾക്കാരെടുത്തുണ്ട്, അവരാരെങ്കിലും ഇങ്ങനെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ബോളിവുഡ് എന്ന് പറയുമോ, എഴുതുവോ അങ്ങോട്ടും ഇങ്ങോട്ടും? അവരാരെങ്കിലും? എന്തൊരു അടിമകളാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം ഇല്ല. എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ ജെൻസികൾക്ക് രാഷ്ട്രീയം ഇല്ലെന്ന്? എന്താണോ ഇവിടെ ഒരുത്തന് രാഷ്ട്രീയമില്ല. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് കൊള്ളക്കാരന്മാർ മാത്രമാണ്.
അല്ലാതെ എന്താണ് ഈ രാഷ്ട്രീയം? ഇവിടുത്തെ കയറി ഇരുന്നിട്ട് ഈ ഓരോ മേയറാകുക, ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാത്ത എന്ത് രാഷ്ട്രീയമാ ഉള്ളത്? അപ്പൊ ഈ വി.ഡി. സതീശൻ ഒക്കെ കൊള്ളാം. സ്ഥാനമാനത്തിന് വേണ്ടി നിൽക്കുന്നവനല്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഉം. വെറുതെയാണെന്ന്. നമ്മളൊക്കെ ഒത്തിരി നാള് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുകയും രാഷ്ട്രീയക്കാരുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നിട്ടുണ്ട്. ഉം. കടിപിടി കൂടി സ്ഥാനങ്ങൾക്ക് വേണ്ടി കുതികാലി വെട്ടുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ളവരെ മാത്രമാണ് ആൾക്കാർ കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നാണ് പറയുന്നത്. ഉം. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് സ്ഥാനം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ മണ്ടനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മിടുക്കന്മാരെല്ലാവരും സ്ഥാനം കിട്ടും. അങ്ങനെ മിടുക്കന്മാർക്ക് കടുക്കനിടുന്ന സ്ഥലത്തിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ നാടിനെ പറ്റി ഒന്നും അങ്ങനെ ആലോചിക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും ലോകത്തൊക്കെ പല ടെക്നോളജിയും പല സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ നമുക്കും കിട്ടിയാൽ കൊള്ളാം, കാറിനകത്ത് കയറി പോകാൻ ഇഷ്ടമുള്ളത് കാരണം കൊണ്ട് കാർ മേടിക്കുക എന്നൊക്കെ തീരുമാനിക്കുന്ന പോളിസി എടുക്കുന്നതാണ് ഈ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനാധിപത്യ ബോധം വളർത്തുന്നതിന് വേണ്ടി ഏത് ആള് എവിടെ എപ്പോ പറയുന്നു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ശരി. തനിക്ക് രാഷ്ട്രീയമായിട്ട് ബോധം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഞാൻ അയ്യോ. തെറ്റാണെന്ന് ഞാൻ ഈ പറയുമ്പോൾ അപമാനിക്കാൻ പറയുമൊന്നുമല്ല. അല്ല, മനസ്സിലാവും. നമ്മളെല്ലാവരും നമ്മളങ്ങനെ അനുഭവം ഇല്ലാത്തവരാ, ഉം. പൗരബോധം ഉള്ളവരല്ല. പൗരബോധം പഠിപ്പിക്കാതെ താനേ വരില്ല. കാരണം വീടുകളിലല്ലേ നമ്മൾ ജനിക്കുന്നത്. ഉം. വീടുകളിലല്ലാതെ ജനിക്കാൻ പറ്റത്തില്ലല്ലോ. ഉം. രാഷ്ട്രീയ പാർട്ടി ജനിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വീടുകളിൽ ജനിച്ചാൽ അവിടെ എന്തുവാ പഠിപ്പിക്കുന്നേ? ഒരു വീട്ടിനകത്ത് എന്ത് പഠിപ്പിക്കുന്നേ? ഉം. ജാതിയോ നമ്മൾ ഈ ജാതിക്കാരാണെന്നോ ഈ മതക്കാരാണെന്നോ അല്ലയോ അവർ പഠിപ്പിക്കുള്ളൂ. ഉം. അങ്ങനെ പഠിപ്പിക്കുന്നവർ ഇന്ത്യൻ പൗരനാണ് നീ എന്ന് പറഞ്ഞ് വീട്ടുകാർ ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല. നടക്കത്തില്ല. അവിടെ നടക്കത്തില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അത് ആരുടെയെങ്കിലും തെറ്റാണോ? ആരുടെ തെറ്റുമല്ല. കാരണം അങ്ങനത്തെ വീടുകളെ ലോകത്തുള്ള അങ്ങനത്തെ വീടുകളിലെ നമുക്ക് ജനിക്കാനൊക്കത്തുള്ളൂ. പക്ഷെ ഇവരെല്ലാവരും ഒരു 5 വയസ്സാകുമ്പം സ്കൂളിൽ വരത്തില്ലേ? ക്യാപ്റ്റീവ് ഓഡിയൻസ് ആണ്. അവിടെ ട്രെയിനിങ് കൊടുക്കണ്ടേ അധ്യാപകർക്ക്? അധ്യാപകർ ഈ വീട്ടിൽ നിന്ന് വരുന്ന അമ്മയച്ഛനും അല്ലേ? അവർക്ക് എന്തെങ്കിലും വിവരം ആ ലെവലിലുണ്ടോ? അവരിതുവരെ കണ്ടിട്ടില്ല. വീടിനടുത്ത് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് തന്നെ. അവിടുന്ന് ഇടയ്ക്ക് വന്ന് പശുവിനെ അഴിച്ചു കെട്ടാൻ പറ്റുമെന്ന് നോക്കുകയും കൂടെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സ്കൂളിലെ ക്ലാസ് അവിടെ 2 വരി ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോയിട്ട് അവരുടെ പറമ്പിലൊക്കെ വല്ലതും ഉണ്ടോന്ന് നോക്കുന്നിടത്ത് അങ്ങനെയാണ് ജോലി ചെയ്യാൻ പ്ലാൻ. എല്ലാം നേരത്തെ പണ്ടേ പ്ലാൻ അതാ. ഈ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ മേടിക്കുന്നവരല്ലയോ അതല്ല. ജോലിക്ക് മുഴുവന് ഇത് കൊടുക്കത്തില്ലേ? ഡൊണേഷൻ കൊടുത്തിട്ട് ജോലി മേടിക്കുന്നവരല്ലേ? അത് ഇവിടുത്തെ പോലീസുകാർ സകലരും അങ്ങനല്ലേ? കൈക്കൂലി കൊടുത്ത് കയറിയവരല്ലേ അവർ മുഴുവൻ വരും. ഇപ്പൊ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നു. എന്തല്ല അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ഈ കോളേജിലെല്ലാം കിട്ടുന്നത്? പോലീസിലെ കാര്യം എവിടെ എന്ത് പണിയെ നിങ്ങൾക്ക് അതിനകത്ത് റോളിനകത്ത് എത്തണോ അതെല്ലാം ചെയ്തേ പറ്റും. പടിയുണ്ടോ? അല്ല, ഇപ്പൊ പോലീസിലേക്ക് കയറാന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റുകൾ എഴുതി പാസ്സായി. ടെസ്റ്റ് പാസ്സായാലും അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നീട് കാശ് ശേഷമാണ് ബാക്കി പണിയുള്ളത്. ഇല്ല, അതെനിക്ക് പുതിയ അറിവാണ്. ഞാൻ അങ്ങനെ കേട്ടില്ല. ഈ കോളേജില് ഇനി അവിടെ ചെന്നെന്ന് വെച്ചോ, ഇയാൾക്ക് മേപ്പോട്ടുള്ള ഒരു വഴിയും അടയത്തില്ല, പോകത്തില്ല. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പോലീസ് ജോലി ഇയാൾ താഴത്തെ റങ്ങിൽ ചേർന്നു, അതുവരെ ഇയാൾ പറഞ്ഞ ടെസ്റ്റ് അനുസരിച്ചിട്ടാണ് PSC ടെസ്റ്റ് അനുസരിച്ചിട്ട് കിട്ടി, റാങ്ക് ലിസ്റ്റിൽ കിട്ടി എന്നൊക്കെ പറയുന്നതല്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ചത്തുപോകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പിന്നെ താൻ അന്നോട്ട് ഇതുപോലുള്ള പണികൾ ചെയ്യേണ്ടി വരും. ഈ ട്രാൻസ്ഫർ എന്തിനാ? ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതായി ട്രാൻസ്ഫർ എന്നറിയാവോ? ഇല്ല. നാട്ടുകാരായ ആൾക്കാര് ഭരണത്തിനകത്ത് അവരുടെ പങ്കാളിയാകുന്ന സമയത്ത് അവർക്ക് രാഷ്ട്രീയ അവബോധം താഴെയുള്ള ജനങ്ങളുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ 2 കൊല്ലം കൂടുമ്പോൾ 3 കൊല്ലം കൂടുമ്പോൾ ഇവരെ ട്രാൻസ്ഫർ ചെയ്യും. കാരണം ബലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അവര് തമ്മിൽ ഐക്യം ഉണ്ടാവാതിരിക്കും. എന്നാൽ ഇവര് ഭരണത്തിന്റെ വശത്ത് നിൽക്കണം. അവർക്ക് ഒരിക്കലും റൂട്ട് ഉണ്ടാകാനും വേറുണ്ടാകാതിരിക്കാൻ വേണ്ടി അവര് ഷട്ടിൽ അടിപ്പിച്ച സാധനമാണ്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൈക്കൂലി മേടിക്കാൻ. ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന കൊച്ചു പാർട്ടിക്കാർക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അവിടെ നിന്നാണ് ഈ കാശ് കിട്ടുന്നത്. അല്ലെ എന്തിനാണ് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തിനാ? ഒരാൾക്ക് പണിയെടുക്കുന്ന ഒരാളിന് അയാൾക്ക് സ്വയം മാറണമെന്ന് തോന്നുന്ന സമയത്ത് അയാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ട്രാൻസ്ഫർ വേണം. അപ്പോൾ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിന് അനുവദിക്കുക, അല്ലെന്നെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യാം. ബാക്കിയുള്ളവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാ? ജനങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ ഈ ഉദ്യോഗസ്ഥർക്കല്ലേ? പരിചയം വേണ്ടിടൂ, തുടർച്ച വേണ്ടേ? ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണ്. അവർക്ക്
ഇന്ത്യക്കാരെ ഭരിക്കുമ്പം അവരുടെ വശത്ത് നിൽക്കാതെ ഇന്ത്യക്കാരുടെ കൂടെ നിൽക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേരുണ്ടാകാതിരിക്കാൻ, അവർക്ക് റൂട്ട് ഉണ്ടാകാതിരിക്കാൻ അവർ കണ്ടുപിടിച്ചതാണത്. നമ്മൾ ഇപ്പോഴും ഈ 75 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുകയല്ലേ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഈ ട്രാൻസ്ഫർ എന്തിനാണ്? ആലോചിച്ചിട്ട് പോലുമില്ല. എന്താ ആലോചിക്കാത്തെ? ഇത് ദൈവം ഇങ്ങനെ വരച്ചു വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ദൈവം ആരാണ്? അത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇരിക്കുന്ന ദൈവങ്ങളാണ്. അവർ വരച്ചു വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഭരിക്കുക ചെയ്തിരിക്കുന്നത്. ജനാധിപത്യത്തിലൂടെയാണ് ഈ ഭരണം. അല്ല, ഒരു സിസ്റ്റം വേണ്ടേ നമ്മളെ അതെ, മുന്നോട്ട് കൊണ്ടുപോകാൻ? ജനാധിപത്യത്തിൽ ഭരണം എവിടെയാണ്? സിസ്റ്റത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ഭരണം എവിടെയാ ഉള്ളത്? ജനാധിപത്യത്തിൽ ഭരണമില്ലെന്ന് അറിയണം. ഇതാണ് ഇയാൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അതല്ല ഞാൻ പറയുന്നത്, ഒരു സിസ്റ്റം വേണ്ടേ? ഇപ്പോ സിസ്റ്റം വേണം. എനിക്ക് സിസ്റ്റം ആക്റ്റീവായി മേലുകീഴല്ലടോ. മേലുകീഴ് രാജാവിൻ്റെതാണ്, ഭരണം രാജാവിൻ്റെതാണ്. നമുക്കുള്ളത് സേവനമാണ്, സർവീസ് എന്നല്ലേ സർവീസ്. അതെ പറയുന്നത്. അതെ അതെ. പിന്നെന്തിനാ ഭരണത്തിനകത്ത് പോകുന്നെന്ന് പറയുന്നേ? അല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ സാധാരണ ജനങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് സാധാരണ ഞാൻ ഉൾപ്പെടെ സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇത് എനിക്ക് സാധാരണ മനുഷ്യനാണ് ആക്റ്റീവായി സാധാരണ മനുഷ്യൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണക്കാരൊക്കെ നിയമിക്കാൻ നടക്കുകയും തെങ്ങ കയറുകയൊക്കെ ചെയ്യത്തുള്ളൂ. സാധാരണക്കാരനായിട്ട് അഭിനയിക്കണ്ട. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ആക്റ്റീവായി ഇങ്ങനെ പൊളിറ്റിക്സിൽ ഇപ്പൊ താങ്കളെ പോലെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യാൻ ഞാൻ പറഞ്ഞ പാടാണ്. മെനക്കെട്ട് പഠിച്ചതാണ് നമ്മളെല്ലാം. ആ പഠനം നടക്കാതിരുന്ന, പഠിപ്പിക്കാതിരുന്ന വലിയ തലമുറകളാണ് നമ്മളെല്ലാവരും. ഞാൻ സഹിതം അങ്ങനെയാണ്. അതിനകത്ത് കുതറി വീട് വിട്ട് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രവർത്തനം പഠിച്ചുണ്ടായതാ. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്നുള്ള അറിവെങ്കിലും നമുക്ക് വേണം. ക്രമീകരണമാണുള്ളത്, സേവനമാണുള്ളത്. സർവീസ് എന്നാ നമ്മൾ പറയുന്ന വാക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. ഭരണത്തിലേറി ധീരതയോടെ ഭരിച്ചോളൂ എന്നാണ്. അയാളെ ധീരതയോടെ ഭരിക്കാനാണെങ്കിൽ രാജാവിനെ മാറ്റേണ്ട കാര്യമുണ്ടോ? എന്തിനാ രാജാവിനെ മാറ്റേണ്ട കാര്യം? ഭരിക്കാനാണെങ്കിൽ അല്ല, അപ്പൊ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അത് എങ്ങനെ പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ഇയാൾക്ക് ജനാധിപത്യം രാഷ്ട്രീയ അവബോധം ഉണ്ടെന്നല്ലേ പറഞ്ഞു? എനിക്ക് ഇതുപോലെ ഇത് തെറ്റാണെന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിനെ പറ്റിയാ ഞാൻ ചോദിക്കുന്നത്. ഇയാൾ എന്താണ് ഒരു ഉത്തരം പറ, ഞാൻ അത് കുറച്ച് കേൾക്കാം. അല്ല, ഇതിപ്പം സർവീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് തന്നെയാണ് സർവീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരണം തന്നെയാ പറയുന്നത്. ചിലപ്പോ ആ വാക്ക് പറഞ്ഞതുപോലെ കീഴടക്കുന്നതിനെയാണ് ഭരണം എന്ന് പറയുന്നത്. അല്ല, ആ വാക്ക് അങ്ങനെ ഉപയോഗിച്ചതായിരിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എന്താ പിന്നെ ജനാധിപത്യം എന്ന് പറയേണ്ട കാര്യം എന്താ? അല്ല, അതിന് ബദലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതെ, അതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ആളാണ്, ഞാൻ പറയാറുണ്ട്. അത് പറയുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇയാൾ ചോദിക്കുമ്പോ ഇയാൾക്ക് ജനാധിപത്യപര പൗരബോധം ഉണ്ടെന്നും രാഷ്ട്രീയം അറിയാവുന്ന ഇയാള് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു തുടങ്ങിയോണ്ടാണ് ഞാൻ പൊളിറ്റിക്കൽ അല്ല ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അത്തരത്തിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിസത്തിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് ഇടപെടാൻ നിൽക്കുന്നില്ല. അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകളെ അതിന് അനുവദിക്കുക എന്നുള്ളതാണല്ലോ. പ്രവർത്തകനാണോ എന്ന് ചോദിച്ചില്ല, രാഷ്ട്രീയക്കാരനാണെന്ന്. അല്ല, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജനാധിപത്യത്തിനകത്തെ പൗരബോധം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ക്രമീകരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. പണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ചുങ്കം പിരിക്കുക എന്നാണ് രാജാക്കന്മാർ പറഞ്ഞിരുന്നത്. അവരത് പിരിച്ചിരുന്നത് അവരുടെ കൊട്ടാരം ഉണ്ടാക്കാനാണ്, അല്ലാതെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അവരുടെ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കുടിലിലാണ് കഴിഞ്ഞിരുന്നത്, അല്ലാതെ നമുക്കെല്ലാം പെര വെച്ച് കഴിയാനായിട്ട് കളക്ട് ചെയ്തിട്ടില്ല പണം. അപ്പൊ ജനാധിപത്യം വരുമ്പോ എന്താ വ്യത്യാസം? നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് അതിന് പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നത്. അടിസ്ഥാന സൗകര്യം എല്ലാവർക്കും ആവശ്യമായുള്ള പൊതുവായ ആവശ്യം. അങ്ങനെയാണ് നമുക്ക് ഇപ്പം ഇയാൾ കൊടുത്തിരിക്കുന്ന ടാക്സോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ടാക്സോ എന്തെങ്കിലും കൊണ്ട് ഈ റോഡ് നമുക്ക് ഉണ്ടാക്കാനൊക്കത്തില്ല. കാരണം നമ്മുടെ ഒരടിയുടെ കാശ് കൊണ്ട് തീറി അല്ലേ, അത്രയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് 100 കിലോമീറ്റർ ഉള്ള റോഡ് ഉണ്ടാകുന്നത്. അപ്പം ആ റോഡ് ഉണ്ടാക്കുക, ട്രാൻസ്പോർട്ട്, യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ബേസിക് ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസം ഉണ്ടാക്കുക. ഇതിനെയാണ് ബേസിക് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിന് അടിസ്ഥാന സൗകര്യം എന്നാണ് പറയുന്നത്. ഇത് വികസിച്ചത് നമുക്കിന്ന് എല്ലാവർക്കും വീടുള്ളവരായിട്ട് നമ്മൾ മാറുന്നത് ജനാധിപത്യം വരുന്നുണ്ടാ. അല്ലെങ്കിൽ കുടിലേ നമ്മൾ കഴിയുമായിരുന്നുള്ളൂ. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ പറയുന്നത്. അത് തന്നെ ആ ജനാധിപത്യം കൊണ്ട് വരുന്നതാണത്. ഈ അറിവ് ഈ അനുഭവിക്കുന്നവർക്കില്ല.
ഇത് താനേ മാറുമെന്നാ വിചാരിക്കുന്നത്. ഓക്കെ. നമ്മൾ മനസ്സിലാക്കാനുള്ളത് അങ്ങനെ താനേ മാറത്തില്ല. ആളുകൾ അങ്ങനെ തന്നെ കടന്നു പോകും. 2000, 3000 വർഷമായിട്ടായിരുന്നു രാജാക്കന്മാർ ഭരിച്ചോണ്ടിരുന്ന രാജ്യങ്ങളല്ലേ ഇതല്ല. അന്ന് രാജാവിന്റെ കൊട്ടാരങ്ങൾ ഇങ്ങനെ വളർന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തിന്റെ രാജ്യം എല്ലാ മലയുടെ മണ്ടയിലും കോട്ട കൊത്തളങ്ങളുണ്ടാവും. പക്ഷെ വകടരെല്ലാരും കൂടിയല്ലേ കഴിയുന്നേ. കോട്ട കൊത്തളങ്ങൾ ഇന്നും നമ്മൾ കാണാൻ പോകത്തില്ലേ, രാജാക്കന്മാരുടെ കൊട്ടാരമൊക്കെ കാണാൻ. അവിടെ എല്ലാം പോകുമ്പോൾ നമ്മൾ ഇതിനകത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്. പക്ഷെ ജനങ്ങൾ മുഴുവൻ കഴിഞ്ഞിരുന്നത് ഇവർക്ക് കാശ് എവിടെ നിന്ന് ഉണ്ടാവുമോ? ഈ കൊട്ടാരത്തിനകത്ത് കാശുണ്ടാവുമോ? കാശുണ്ടാകുന്നത് നമ്മളൊരാള് തക്കാളിക്ക ഉണ്ടാകുന്നതും വഴുതനങ്ങ ഉണ്ടാകുന്നതും മീനെ പിടിക്കുന്നതും ഒക്കെ കൊണ്ടാണ്. അതിന്റെ കാശാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തേ എന്നും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് തിരിച്ച് നമുക്ക് വരിക എന്ന് പറയുന്നത് ജനാധിപത്യത്തിലുള്ളൂ. അത് എത്ര നന്നായി വരുന്നു, എത്ര നന്നായി ചെയ്യുന്നു എന്നുള്ളതിന് വേണ്ടിയാണ്, അതിനെയാണ് നമ്മൾ ക്രമീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഗവൺമെന്റ് ഇപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ട് ബസ്സിൽ. സൗജന്യം എന്നുള്ള വാക്ക് തന്നെ അപമാനകരമായ കാര്യമാണ്. ജനാധിപത്യത്തിനകത്ത് സൗജന്യങ്ങളില്ല. അപ്പൊ ചെയ്യുന്നത് തെറ്റാണോ? കണിശമാണല്ലോ, എന്തത്ര സംശയം. അതിന് രണ്ടു തവണ ആലോചിക്കേണ്ട കാര്യമില്ലാത്തതല്ലേ. സൗജന്യമായിട്ട് ഒരാൾ കൊടുക്കുന്ന പണ്ട് ദരിദ്ര നാരായണ പൂജ ഉണ്ടായിരുന്നു. ദരിദ്രന്മാരെ ഇങ്ങനെ നിലനിർത്തിയിട്ട് അവർക്ക് കഞ്ഞി വീഴ്ത്തെന്ന് പറയും. അപ്പൊ ആൾക്കാർ വന്ന് നിൽക്കും, ഭയങ്കര മഹാന്മാരാണെന്ന് എല്ലാവർക്കും തോന്നും. അങ്ങനെ ചെയ്യാനല്ലത്. നമ്മൾ കൊടുത്ത ഈ നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഏറ്റവും മിനിമം ലെവലിലുള്ള കൂലി മേടിക്കാവുന്ന കാരണം ഇല്ല, നമുക്ക് ധനം ഉണ്ടായിട്ടില്ല. അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് മതി എന്ന് പറയാം. പക്ഷെ നമ്മൾ സംവരണം കൊടുക്കുന്ന യുക്തിയല്ല. ഇപ്പൊ സംവരണം ഞാൻ പറഞ്ഞു സംവരണമല്ല സൗജന്യം എന്ന് പറയുന്നത്. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇക്വാളിറ്റിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് സൗജന്യ യാത്ര കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞ രാജാക്കന്മാരായിട്ട് അവർ സ്വയം തോന്നുന്നുണ്ടാ. ഓക്കെ. ഞാൻ ചോദിച്ചത് അങ്ങനത്തെ സൗജന്യങ്ങൾ കൊടുക്കാനായിട്ട് ആലോചിക്കുന്ന ഒരു എപ്പോഴാണ് നമ്മൾ സൗജന്യമായി വരുന്ന തരത്തിലുള്ള ആക്ടിവിറ്റി വരുന്നത്? പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, അവിടുത്തെ ജനങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആയി, അവർക്ക് യാതൊരു തരത്തിലും ഭക്ഷണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളില്ല. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതിനെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ചേർന്നതിനെ അവര് ആ സമയത്ത് പ്രൊട്ടക്റ്റീവായിട്ട് പെരുമാറുന്ന ആ ഒരൊറ്റ സന്ദർഭത്തിലാണ്. വേറൊരു സമയത്തും ചെയ്തുകൂടാ. ഇതിപ്പോ എന്താണ്, വേറെ അടിയന്തരമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായി? ഇവിടെ സ്ത്രീകൾക്ക് വല്ല ദൗർബല്യം ഉണ്ടായി പോയോ? ഒന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചു വന്നത് ഇപ്പം എന്നോട് പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുക്കണം. എല്ലാവർക്കും സൗജന്യമാകാവുന്ന, കാരണം നമ്മൾ കൊടുത്ത കാശ് തന്നെയാണത്. സകലർക്കും സൗജന്യമായിട്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് ഇത് സൗജന്യ യാത്ര കൊടുത്തപ്പോൾ തന്നെ പ്രൈവറ്റ് ബസ് മേഖലയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. വേറെ വിഷയമാണ്. അല്ല, ഞാൻ അതും കൂടിയാണ് അത് വേറെ വിഷയമാണ്. നമ്മൾ ഈ പറയുന്ന പ്രൈവറ്റും പബ്ലിക് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. പബ്ലിക്കും പ്രൈവറ്റ് എന്ന് പറയുന്നതിനകത്ത് റെഗുലേഷൻ ആവശ്യമാണ്. അല്ലാതെ ഇഷ്ടം പോലെ ചാർജ് മേടിക്കാനായിട്ട് ബസ്സിന് പറ്റുമോ? ഇല്ല, അതല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേ ഉള്ളു. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നത് എന്തിനാണ്? അല്ല, ഞാൻ ചോദിച്ചത്, ഞാനത് ഇയാളാ ചോദിച്ചതിനകത്ത് ഈ പ്രൈവറ്റും പബ്ലിക് എന്നൊക്കെ അങ്ങോട്ട് നമ്മൾ പറയുന്ന സമയത്ത് റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റും ഗവൺമെന്റ് സിസ്റ്റമേ ഉള്ളു. ജനാധിപത്യത്തിൽ അങ്ങനെ ഉള്ളു. ഇപ്പൊ നമ്മൾക്ക് അത് കാരണം കൊണ്ട് ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ച് മേടിക്കാം എന്ന് പറയുന്ന സാധനം അനുസരിച്ച് ടിക്കറ്റ് എല്ലാം കൊടുക്കുന്നത് അങ്ങനെയല്ലേ? നമുക്ക് മീറ്റർ വെച്ച് ഓടിക്കുക എല്ലാം ചെയ്യുന്ന സാധനം അതുകൊണ്ടാ റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഓണർഷിപ്പിൽ പോകുന്നുണ്ടല്ലോ അതില് ആളുകൾ. പ്രൈവറ്റ് ഓണർഷിപ്പിൽ എടുക്കുന്ന സമയത്ത് അവരുടെ ചെയ്യുന്ന വർക്കിന് കിട്ടുന്ന അവരുടെ സേവനത്തിനുള്ളതാണ് എക്സ്ട്രാ ആയിട്ട് മേടിക്കുന്നത്. അത് ഗവൺമെന്റ് ആണ് അത് ബാക്കി ബെയർ ചെയ്യും. റോഡ് ഉണ്ടാക്കുന്ന ബസ് ഓടിക്കുന്ന മുതലാളിമാര് റോഡ് പണിയുന്നുണ്ടോ? അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. റെഗുലേറ്റഡ് ആണ് ജനാധിപത്യത്തിലെ എല്ലാ കാര്യവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് പ്രൈവറ്റ് പബ്ലിക് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഉള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഒന്നും കൂടി വ്യക്തമാകട്ടെ, സോറി. ഇപ്പൊ ഇവർക്ക് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞ പ്രൈവറ്റ് ഓണേഴ്സ് ടാക്സ് പേ ചെയ്യുന്നിട്ടാണ് റോഡ് ഇപ്പം ഉണ്ടാക്കുകയെന്ന് വെച്ചു. ഇവർ ടാക്സ് പേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടുന്നത് കൊണ്ടാണല്ലോ. ഇപ്പൊ ഈ ഒരു ഫ്രീ സൗജന്യ യാത്ര കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ തൊഴിലാളികൾക്ക് അത് ഇത് ഏതിനായാലും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് ബെയർ ചെയ്യാൻ വേറെ ആൾക്കാർ ബെയർ ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെ പോസിബിൾ ആവും? ടാക്സ് മേടിച്ചിട്ട് കൊടുക്കും. അതാണ് അവർ ചെയ്യുന്നത്. കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയല്ലേ.
കുട്ടികൾക്ക് ഇത് സൗജന്യം ₹1 20 പൈസയായിരിക്കും അല്ലേ അവർ കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ ₹1 കൊടുക്കുമ്പോൾ 20 പൈസയായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പൊ ആ നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അതിന്റെ ബാക്കി പങ്ക് ഗവൺമെന്റ് വഹിക്കേണ്ടതുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർക്ക് ഗവൺമെന്റ് ആ കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കേണ്ടതുണ്ട്, കാണിച്ചായിട്ട് കൊടുക്കണം. എത്ര പേര് കയറി എന്നുണ്ടെങ്കിൽ അത്ര പേരുടെ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ നീഡൊന്നും ഇല്ല. ഫ്രീ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ രണ്ടാം തരമായി കാണുന്ന പുരുഷന്മാര് കയറിയിരുന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും. അല്ലാതെ പുരുഷ പുരുഷ ഈ സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അവരെ കജോളി ചെയ്യുക എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ ദരിദ്രനാരായണ പൂജ ചെയ്യുന്ന പോലെ ആളുകളെ ദരിദ്രന്മാർക്ക് എന്തെങ്കിലും സൗജന്യം കൊടുത്തിട്ട് അവരെ ഇണക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്ന പോലുള്ള സാധനമാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു ജനാധിപത്യ ബോധവും ഉണ്ടായിട്ടല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സൗജന്യം എന്ന് പറയുന്ന സാധനം അല്ല. സംവരണവും സൗജന്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അറിയണം. നമുക്ക് ഒരാൾക്ക് കഴിവില്ല, ഇപ്പൊ കാലില്ലാത്ത ഒരാൾ കയറാനാക്കുന്നതിന് വേണ്ടി 1 മിനിറ്റ് നേരം കൂടെ വണ്ടി അയാൾക്ക് വേണ്ടി ടൈം കൊടുത്ത് അയാളെ കയറ്റണം, അയാൾക്കൊരു സീറ്റ് കൊടുക്കണം എന്ന് പറയുന്ന സ്ഥലമല്ലത്. പ്രായമായവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പോലല്ല. ഗർഭിണികൾക്കും കുട്ടികളുമായി വരുന്നവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പോലല്ല. ബാക്കി ജനറൽ സീറ്റ് കൊടുക്കുക, എല്ലാവരും ആണിനും പെണ്ണിനും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന സീറ്റേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ അതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ തെറ്റിച്ച് ഈ രാജാക്കന്മാരെ പോലെ ഇവർക്ക് വിചാരം ഉള്ളത് കൊണ്ടാണ് സൗജന്യമായിട്ട് ഇതൊക്കെ ചെയ്ത് ആളുകളെ ഇണക്കി നിർത്തി വോട്ട് വാങ്ങിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുടെ ബോധം കൊണ്ട് ചെയ്യുന്നതാണ്. അല്ല വേറെ ഒന്നുമില്ല. ഓക്കെ. ഇപ്പം സഭയിൽ സംസാരിക്കുമ്പോൾ വി ഡി സതീശൻ അവരുടെ സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു MLA പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ അവധി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ പുള്ളി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഉടനെ തന്നെ പുള്ളി പറയുന്നുണ്ട്, മൈക്ക് ഓണായിരുന്നു, പുള്ളി പറയുന്നുണ്ട് ഈ ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ളത്. അപ്പൊ സ്വന്തം പാർട്ടിയിലെ ഒരു MLA അങ്ങനെ സംസാരിച്ചത്. അല്ല, അങ്ങനെ സംസാരിച്ചല്ല, അയാൾ അത് സംസാരിച്ചു മോശമല്ലേ? എന്നുള്ള കാര്യം മൈക്ക് ഓണാണെന്ന് അയാൾ അറിഞ്ഞില്ല എന്നുള്ളതല്ലേ. അതെ, പക്ഷെ അത് മോശമല്ലേ? അത് മോശം, അങ്ങനെയല്ല, മോശമായിട്ടല്ലേ. അയാൾ മൈക്ക് ഓണായി പോയ കാരണം കൊണ്ട് ഇയാൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. പിടിക്കപ്പെട്ടു പോയ കള്ളനെന്നല്ലേ അർത്ഥം. പുള്ളി ബാക്കിയുള്ള എല്ലാ കള്ളന്മാരും ഇങ്ങനെ പുള്ളി പിടിക്കപ്പെട്ട കള്ളൻ. പിടിക്കപ്പെട്ട നമ്മളെല്ലാം കള്ളന്മാരാടോ. പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാത്തവരേ ഉള്ളു. അല്ലാതെ എനിക്കിപ്പോ ഈ അങ്ങേരിങ്ങനെ പറഞ്ഞു അയാൾ പിടിക്കപ്പെട്ടു പോയി എന്നുള്ളത് മാത്രമല്ലേ ഉള്ളു. അല്ല, അത്ര നിസ്സാരമായിട്ട് ഞാൻ നിസ്സാരമല്ല, കള്ളന്മാരാണ് ഇവന്മാരല്ല. അത് പിടിക്കപ്പെട്ട കള്ളന്മാരാണ്, പിടിക്കപ്പെടാത്ത കള്ളന്മാരേ ഉള്ളെന്നുള്ളത് അറിയുന്നോണ്ട് പറഞ്ഞതാ. അല്ലാതെ നമ്മളിപ്പോ ജയിലിൽ പോകുമ്പോ അവിടെ ഇരിക്കുന്നവരാണോ കള്ളന്മാര്? കോടതിയിലെല്ലാം ഇരിപ്പുണ്ട് കള്ളന്മാര്, പിടിക്കപ്പെട്ടിട്ടില്ല. ഈയിടയ്ക്ക് എങ്ങാണ്ട് ഒരു റെയ്ഡ് നടത്തിയപ്പോ ഒരു ജഡ്ജിയുടെ വീട്ടിൽ 10 കോടി രൂപ എങ്ങാണ്ട് പിടിച്ചില്ലേ? എന്നിട്ട് അയാൾക്ക് എന്തായിരുന്നു കിട്ടിയത്? ജയിലിൽ പോയ അയാള് ട്രാൻസ്ഫർ കിട്ടി ഇല്ലേ? അപ്പൊ ഏതവനെ പറ്റിയാണ് ഇയാൾ പറഞ്ഞിട്ടിരിക്കുന്നത്? പാവം മൈക്ക് ഓഫ് ചെയ്തില്ല എന്ന് മാത്രമല്ല എല്ലാവരോടും പറയണ്ടേ. മൈക്ക് ഓഫ് ചെയ്തിട്ടേ ഉണ്ടാവും. അല്ല, സ്വന്തം പാർട്ടിയുടെ MLA ആണ്. അപ്പോ അത് എങ്ങനെ മനസ്സിലായി? സ്വന്തം പാർട്ടിയുടെ MLA ആണ്, കാല് വാരിയിട്ട് വേണം ഒരുത്ത മുഖ്യമന്ത്രി ആകാൻ, അല്ലാതെ എങ്ങനെ ആകും? ക്ലോസ്ഡ് റൂം ചർച്ചകളില്ലേ, അവിടെ എന്തുവായി നടക്കുന്നേ? മൂണ്ടഴിച്ചിട്ട് പൊക്കി കാണിച്ച് ചവിട്ടി തൊഴിച്ചിട്ട് നടത്തുന്നതിനാണല്ലോ ക്ലോസ്ഡ് റൂം ചർച്ച. മുന്നണി ചർച്ചയില്ലേ, അവിടെ എന്ത് നടക്കുന്നതെന്ന് ഇയാളുടെ വിചാരം? ജനാധിപത്യത്തിനകത്ത് എന്തുവാണ് ഈ രഹസ്യം? ഗവൺമെന്റ് രഹസ്യം എന്നൊക്കെ പറയുന്നത് എന്തുവാണ് ഈ രഹസ്യം? പണ്ട് രാജാവിന് രഹസ്യം ആവശ്യമാണ്. കാരണം അയാളുടെ കൊട്ടാരത്തിനകത്ത് തൂണിന് സ്വർണ്ണം അടിക്കണം എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാരറിയാതിരിക്കേണ്ട ആവശ്യം അയാൾക്കുണ്ട്. യുവന്മാർക്ക് എന്തുവാണ് ഈ രഹസ്യം? ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ് നമ്മൾ നിയമമൊക്കെ ഉണ്ടാക്കിയിട്ട് രഹസ്യം എന്താണ്? ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതൊക്കെ എന്തോ കാര്യത്തിനാണ്? ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം തെറ്റിദ്ധരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസം വന്നിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇനി ചോദ്യം മെൻസ് കമ്മീഷനെ പറ്റിയാണ്. ഇപ്പൊ ഇന്റർവ്യൂസിലും പോഡ്കാസ്റ്റിലും ഒക്കെ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെ കുറച്ചധികം പേര് പറയുന്നുണ്ട് മെൻസ് കമ്മീഷൻ വരണം. അവരതിന്റെ പ്രധാന ഉദ്ദേശമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുന്നുണ്ട് ഡിവോഴ്സിന്റെ പേരിലും അല്ലെങ്കിൽ അവർ ഗാർഹിക പീഡനത്തിന്റെ പേരിലും. അത് ഒഴിവാക്കാനാണെന്നാണ്. നിലവിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഒരിക്കലും ഇല്ല.
എന്താണ് അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുരുഷന്മാര് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വല്ലപ്പോഴും ഒരു സ്ത്രീ ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ പരാതിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഉം, പട്ടി കടി മനുഷ്യനെ കടിച്ചാൽ ന്യൂസ് അല്ല, ഉം. പക്ഷെ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ ന്യൂസ് ആവും എന്ന് പറയുന്ന പോലുള്ളൊരു സാധനമാണ് ഈ സ്ത്രീകൾ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന കഥ. അതുപോലെ തന്നെ നിയമങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ സകല നിയമവും എല്ലാ ദിവസവും വയലേറ്റ് ചെയ്യുന്നതാണല്ലോ. പോലീസുകാർ ദിവസവും ചെയ്യത്തില്ലേ? എന്നാ പിന്നെ ആ നിയമമൊക്കെ അങ്ങ് എടുത്ത് കളയത്തില്ലേ? ചിലപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടാകുന്ന ഡിവോഴ്സ് കേസുകളിൽ കൂടുതൽ കുറ്റം കേട്ടിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. അത് ശരിയാണോ? അത് ശരിയാണെന്നാണ് എന്താ തോന്നുന്നത്. ഇയാൾക്ക് വല്ല സംശയമുണ്ടോ? ഞാൻ ചോദിക്കാം. ഇയാൾക്ക് വല്ല സംശയമുണ്ടോ? എനിക്കറിയില്ല, തന്നെ എനിക്കറിയില്ല. എത്ര പെണ്ണുങ്ങൾ വഴിയിലിട്ട് അടിച്ചിട്ടുണ്ട്? എന്നെയോ? ആ എന്നെ അടിച്ചിട്ടില്ല. റോഡിന്റെ സൈഡിൽ കലുങ്കയിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ 4-5 എണ്ണം ഒന്നിച്ചിരുന്നിട്ട് അതിലേ പോകുന്ന പുരുഷന്മാരെ കമന്റ് അടിക്കുന്ന എത്ര എണ്ണത്തിനെ അയാൾ കണ്ടിട്ടുണ്ട്? വല്ല ഇല്ല. ക്ലാസ് റൂമിലെ സ്കൂളിലെങ്ങാനും ചെന്നാൽ വല്ലവരും വേറെ വേറെ പിള്ളേരിരിക്കുന്ന കാണാം. ഉം. അല്ലാതെ എവിടെങ്കിലും ഇയാൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തു ഈ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല ഇയാൾക്ക് എന്റെ അറിയാവുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഞാനും വയസ്സായി പോയി അറിഞ്ഞുകൂടാതായി ചെവിയും കേൾക്കുന്നില്ല കണ്ണ് കാണുന്നില്ലെന്നെങ്കിലും വിചാരിക്കാം. തന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. തനിക്ക് നല്ല എല്ലാ ഇന്ദ്രിയങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഉം. എത്ര തവണയാണ് ഈ പെണ്ണുങ്ങൾ തന്നെ ഹരാസ് ചെയ്തിട്ടുള്ള റോഡിൽ നടന്ന് ഇല്ല, പുറകെ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് കമന്റ് അടിച്ച് ഉം. തന്നെ ഹരാസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് തന്നെ പിടിച്ചോണ്ട് പോയി ബലാത്സംഗം ചെയ്ത ഒരു 5 പെണ്ണുങ്ങൾ ചേർന്ന് ഒരുത്തനെ പിടിച്ചോണ്ട് നമ്മളെല്ലാം നിന്ന് കൊടുക്കത്തില്ലേ ആരെങ്കിലും ബലാത്സംഗം ചെയ്യാമെന്ന? ഇവിടെ ആരെങ്കിലും ഒന്ന് ബലാത്സംഗം ചെയ്യുന്നോന്ന് ചോദിച്ചാൽ നമ്മൾ നിന്ന് പോകത്തില്ലേ? ഇതൊക്കെ ഇങ്ങനെ പറയാവോ? ഇവിടുത്തെ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു മര്യാദ കെട്ടവന്മാരാണ്. ഉം. ഏത് തരത്തിൽ ആലോചിച്ചാലും നമുക്ക് എന്താ അതിനൊക്കെ പറയണ്ടേ? അല്ല, ഇത്ര ആണുങ്ങളെല്ലാം തിന്നതും പോരാ, എന്താണ് ആശാരിച്ചൊക്കെ അടിച്ച പോലെ പിന്നെയും പട്ടിക്ക് മുറിവുറപ്പെന്ന് പണ്ടേ പറയുന്നത് പോലെ ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഉം. സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗം ഉണ്ടാകുന്ന സമയത്ത് അത് മുഴുവൻ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഏത് നിയമവും അങ്ങനെയാണ്. ഇയാൾ ഇവിടുത്തെ ഏത് നിയമം എടുത്ത് പരിശോധിച്ച് നോക്കിയോ, അത് ഏറ്റവും മോശമായി ഉപയോഗിക്കപ്പെടുകയും വയലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. ഈ സകല ഡൈവേഴ്സ് കേസിനകത്ത് വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്നതല്ലയോ ഈ പെണ്ണുങ്ങൾ എഴുതുന്നത്? അവരുടെ സ്വന്തം മനസ്സുകൊണ്ട് എഴുതുന്നതാണോ? ആ ജഡ്ജി എന്ന് പറയുന്ന കഴുത അവനൊക്കെ അവിടെ ഇരിക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് എതിരായിട്ട് പറയുകയാണെങ്കിൽ ഇന്നതുപോലെ എഴുതി കൊടുത്താലേ ആ ജഡ്ജി നിനക്ക് ഡൈവേഴ്സ് തരത്തുള്ളൂ എന്ന് പറയുന്ന കാരണം കൊണ്ടല്ലയോ ഈ കൂടെ ഉണ്ടായിരുന്നവൻ മഹാമോശമാണെന്ന് എഴുതുന്നത്? കള്ളക്കേസല്ലേ? അത് കള്ളക്കേസാണല്ലോ. കള്ളക്കേസ് എഴുതാതെ ഇവന് ബോധ്യമാകത്തില്ലല്ലോ ഈ ഇരിക്കുന്ന കഴുതയ്ക്ക്. മനസ്സിലാവുമോ? സിസ്റ്റം ആവശ്യപ്പെടുന്നത് കൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനത്തെ ഈ വക്കീലന്മാർ എഴുതി കൊടുക്കുന്ന സാധനം അല്ലയോ വക്കീൽ നോട്ടീസ് എന്ന് പറഞ്ഞു വരുന്നേ. എന്നിട്ട് അത് മുഴുവൻ പെണ്ണുങ്ങൾ പറയുന്നതായിട്ട് അല്ലയോ കേൾക്കുന്നാറുള്ളത് നമ്മള്. അങ്ങനെയാണോ? ഇതൊക്കെ നമ്മൾ ഇങ്ങനൊക്കെ മനസ്സിലാക്കണം. ഇതും കൂടെ എഴുതാതെ കേസ് ബലപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എഴുതിച്ച സാധനത്തിനെയാണ് പിന്നെ ഈ പറയുന്നത്. കള്ളക്കേസ് അല്ലാത്ത ഒരു കേസ് കൊടുത്താലേ വർക്ക് ചെയ്യത്തില്ല. ശരിയായിട്ടുള്ള ഒരു കേസ് കൊടുക്കാനൊക്കത്തില്ല. കാര്യം സമ്മതിച്ചിട്ടില്ല ഇവിടെ. ഒരു സ്ത്രീയും പുരുഷനും 10-30 വർഷം ജീവിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് പരമാവധി ബോധ്യമായതിനു ശേഷം വലിയ വരുന്നേ. അന്ന് തന്നെ കൊടുക്കരുതോ? എന്തിനാണ് ഇവൻ ഈ ഇരിക്കുന്ന ജഡ്ജിക്ക് ബോധ്യമാകേണ്ട കാര്യം എന്താ ഇതില്? ഡൈവേഴ്സ് കേസല്ലേ, അവര് തമ്മിലല്ലേ ജീവിക്കണ്ടേ? ഇവന്മാരെന്തിനാണ് ഈ ചേർപ്പിക്കാൻ നടക്കുന്നത്? 3 തവണ 4 തവണ കൗൺസിലേഴ്സ് സംസാരിക്കണ്ടേ? ഇവർക്ക് അറിഞ്ഞൂടെ? ജീവിച്ച് മക്കളെ ഉണ്ടാക്കിയവരാണ് ഈ വന്നിരിക്കുന്നതെന്നെങ്കിലും അറിയണ്ടേ? സഹികെട്ടിട്ടാണ് അവർ വരുന്നത്. അന്ന് കൊടുക്കരുതോ അത്? എന്തിനാ കൊടുക്കാതിരിക്കേണ്ട ആവശ്യം? ഈ ജഡ്ജിക്ക് എന്തിനാണ് ഇതൊന്ന് ക്രിമിനൽ കേസാണോ? എന്താണ് ഇത്? ഞാൻ വെറുതെ ആലോചിച്ച് നോക്ക്. ആ ജഡ്ജി എന്ന് പറയുന്നവന് പുരുഷനാകും പെണ്ണുങ്ങളെ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവന് ഭരണഘടന കൊണ്ട് മാത്രം പുരുഷനല്ലാതെ ഇരിക്കുന്ന ജഡ്ജിയായി അഭിനയിക്കുന്നവനായ ഒരുത്തനാണ്. അവന് ബോധ്യമാക്കണം. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച കേസുകളെല്ലാം ഉണ്ടാകുന്നത്. അത് മുഴുവൻ ഈ പാവം പിടിച്ച പെണ്ണുങ്ങളുടെ തലയിൽ വെച്ച് കെട്ടരുത്. അല്ല, ഞാൻ അങ്ങനെ അല്ല, ഇയാള് ചോദിച്ചു ഈ പുരുഷ കമ്മീഷന്റെ ആൾക്കാർ പറയുന്ന വരികളാണ് അതൊക്കെ. അതൊക്കെ അപമാനമാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് കുട്ടികളും ഗർഭിണികളുമായിട്ടിരിക്കുന്നവർക്ക് സംവരണം നമ്മൾ ബസ്സിനകത്ത് കൊടുക്കും, കുട്ടികളുമായിട്ട് വരുന്നവർക്ക്. അതുകൊണ്ടാണ് ഒരു 6 സീറ്റിൽ കൂടുതലൊന്നും ഇല്ല. അത്രയും ഗർഭിണികളും അത്രയും കുട്ടികളുമായിട്ട് വരുന്നവരെ കാണുള്ളൂ. ബാക്കി ജനറൽ സീറ്റാണ്, പുരുഷന്മാരുടെ സീറ്റല്ല. അത് ഈ പ്രൈവറ്റ് ബസ്സുകാരാണ് ഇത്രയും പുരുഷന്മാരുടെ ഇത്രയും സ്ത്രീകളുടെ കളഞ്ഞത്. അവർ ഈ 2 എണ്ണം കൂടെ തമ്മിൽ ഊസി പിടിച്ച് അടി ഉണ്ടാക്കുന്ന വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു പകുതി
പെണ്ണുങ്ങൾ ഒരു പകുതി ആണുങ്ങളും ആക്കി അവർ മാറ്റി. ഇത്രയും സ്ത്രീകൾ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇതെല്ലാം മാറ്റേണ്ടതാണ്. ജനറൽ സീറ്റേ അവിടെ ഉള്ളു, പുരുഷന്മാർക്ക് സീറ്റില്ല. ഉം. അല്ല, പുരുഷന്മാരുടെ സീറ്റുണ്ടെന്ന് പറയരുത്, പുരുഷന്മാർക്ക് സീറ്റില്ല, ജനറൽ സീറ്റേ ഉള്ളു. അതിനകത്ത് ആണിനും പെണ്ണിനും ഇരിക്കാം. അതെ. സംവരണ സീറ്റ് ആർക്കാണ് ഇരിക്കാനുള്ളത്? ആ, അത് ഗർഭിണിയായി വരുന്നവർക്കും അതെ. അമ്മയും കുട്ടികളായി കുട്ടിയും. വരുന്നവർക്കും ഉള്ളതാണ്. അല്ല, സ്ത്രീകളുടെ സീറ്റ് അല്ലത്. അത് ഈ ഇവിടെ ഇപ്പൊ ഈ മിണ്ടുന്ന സ്ത്രീകളും വിചാരിക്കുന്നത് സ്ത്രീകൾക്കുള്ളതാണെന്നാണ്. അങ്ങനല്ല. അല്ല, ജനറൽ സീറ്റേ ഉള്ളൂ. പണ്ട് ഈ സംവരണം ആദ്യം വെക്കുന്ന സമയത്ത് കുട്ടികളുമായി സ്ത്രീകളെ യാത്ര ചെയ്യാറുള്ളൂ, പുരുഷന്മാരെ യാത്ര ചെയ്യാറില്ലായിരുന്നു. വീട്ടിൽ നിന്ന് കുട്ടിയായിട്ട് ഏതെങ്കിലും പുരുഷൻ പോകാറുണ്ടോ? ഞാൻ ഈ കുട്ടിയായിട്ട് വീട് പുറത്തോട്ട് പോകാതെ, അങ്ങനെ സംഭവമില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന ഒരു സമൂഹത്തിനകത്ത് കുട്ടിയായിട്ട് വരുന്ന സ്ത്രീക്കും ഗർഭിണിയായിട്ട് വരുന്ന സ്ത്രീക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് സീറ്റ് കൊടുത്തതാണ്. അത് അങ്ങനെയാണ്. സ്ത്രീകളുടെ സംവരണ സീറ്റാണ്. സംവരണ സീറ്റ് ഈ സ്ത്രീകൾക്കുള്ളതാണ്. അത് ബാക്കിയുള്ളത് മുഴുവൻ അതുപോലെ വയസ്സായ ആൾക്കാർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർക്കൊക്കെ സംവരണ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ജനറൽ സീറ്റാണ്. അവിടെ ആണിനും പെണ്ണിനും ഇരിക്കാം. ഇതുപോലൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനൊന്നും മനസ്സിലാക്കുന്ന ഇതൊക്കെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെയാണ് പൗരബോധം എന്ന് പറയുന്നത്. ഈ പൗരബോധം ഇല്ലാത്ത കാരണം കൊണ്ടാണ് പുരുഷ കമ്മീഷനായിട്ട് നടക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി തമിഴ്നാട്ടിലേക്ക് പോവാം. അവിടെ ഇപ്പോ വിജയ് സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. വിജയ് TVK വിജയ്. അതിനെപ്പറ്റി ന്യൂസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് വിജയ് ആണല്ലോ ഇപ്പൊ CM തമിഴ്നാട്ടിന്റെ. അത് ഇപ്പൊ പുതിയ എന്ത് സംഭവമാണ്? അല്ല, ഞാൻ അവിടെ MG രാമേന്ദ്രൻ ഭരിച്ച സ്ഥലമല്ലേ? അവിടെ എന്താണ് ജയലളിത ഭരിച്ച സ്ഥലമല്ലേ? ഇനി കരുണാനിധി ആരുണ്ടാന്ന്? എല്ലാ സിനിമാക്കാരായിരുന്നു അവിടെ. തമിഴ്നാട്ടിൽ സിനിമാക്കാരെല്ലാം ആരാ ഭരിക്കുന്നത്? സ്റ്റാലിൻ സിനിമാക്കാരനല്ലേ? അയാൾ അഭിനയിച്ചില്ലെന്നുള്ള ഒഴിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നാണ്, ടെലിവിഷൻ മുഴുവൻ നടത്തുന്ന അവരല്ലേ. പിന്നെ ആരാണ് അങ്ങനെ അല്ലാത്തവരുള്ളത്? എന്ത് ഈ പുതിയ സംഭവം? അല്ല, വിജയ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സിംഗപ്പൂർ മോഡലിൽ തമിഴ്നാടിനെ മാറ്റുമെന്നാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഇന്ത്യൻ ഭരണഘടന നിൽക്കുന്നിടത്തോളം കാലം അയക്കൊന്നും ചെയ്യാനൊക്കത്തില്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ഇനി അയക വിവരം കൂടി ഇല്ലാത്ത കാരണം കൊണ്ട് പറയാം. പാവം വിജയ്ക്ക് വിവരമില്ലല്ലോ. എന്താ വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമ അഭിനയിക്കുവോ? 15 പേരെ ഇടിച്ചിടുന്ന സിനിമ ലോകത്ത് ആരെങ്കിലും അഭിനയിക്കുവോ വിവരം ഉണ്ടെങ്കിൽ? സിനിമയല്ലേ അത്? അങ്ങനെ സിനിമ അല്ലടോ. ആ സിനിമ നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ടല്ലേ വോട്ട് മേടിക്കുന്നേ. സിനിമയല്ലതൊക്കെ. സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്ന സാധനമല്ലേ. അത് അറിഞ്ഞോണ്ടല്ലേ അവൻ അങ്ങനെ അല്ലാതെ ഇടി മേടിക്കുന്ന ഒരുത്തനായിട്ട് അവനെന്താ അഭിനയിക്കാത്ത? ഞാൻ പറയുന്നത് അപ്പൊ പിന്നെ അത് അഭിനയക്കാരനല്ല. സിനിമയിൽ മൊത്തത്തിൽ നമ്മൾ യുക്തി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയുടെ പ്രൈം ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് അല്ല. എന്റർടൈൻമെന്റ് അല്ല. അങ്ങനെ നീ പരസ്യം ചെയ്യത്തില്ല, പരസ്യം ഒരിക്കലും ഉണ്ടാക്കത്തില്ല. ഇയാൾ പറയുന്നത് എന്റർടൈൻമെന്റ് ആയിരുന്നുണ്ടെങ്കിൽ പരസ്യം എങ്ങനെ? ഇയാൾ പോയിട്ട് ഈ ഷർട്ട് മേടിക്കുവോ പരസ്യം ഇല്ലെങ്കിൽ? അല്ല, ഞാൻ പറയുന്നത് മനുഷ്യരെ സ്വാധീനിക്കുന്ന സാധനമാണ്. അല്ലാതെ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞ കഥയൊന്നും പറയാതെ സിനിമയ്ക്ക് 100% ആളുകളെ ബോധ്യപ്പെടുത്തുന്ന. അതുകൊണ്ടാണല്ലോ ഈ പരസ്യം എന്തിനാണ് സെൻസർ ബോർഡ് വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ പറ. ശരിയാണ്, മനസ്സിലായി. പിന്നെ അത് പറയാതെ സെൻസർ ബോർഡ് വെക്കുന്ന എന്തിനാണ്? അല്ല, എനിക്ക് എന്റർടൈൻമെന്റ് അല്ലേ. അല്ല, അപ്പൊ പിന്നെ എന്തിനാണ് അതിനകത്ത് സെൻസർ ബോർഡ്? സെൻസർ ബോർഡ് വെക്കുന്നത് ശരിയായിട്ട് സെൻസർ ബോർഡ് എന്തിനാണെന്ന് ഇയാളെന്ന് പറഞ്ഞു തന്നാൽ മതി. പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം. അവരിലേക്ക് പലതരത്തിലുള്ള ആൾക്കാരുടെ നാട്ടിലോട്ടാണല്ലോ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഈ സിനിമ ഇങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പറയുന്നതിന്റെ ന്യായം എന്താ? ഇയാൾ പറയുന്നത് ഇത് വിനോദ ഉപാധിയാണെന്നാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സെൻസർ ബോർഡ്? സെൻസർ ബോർഡ് ഞാൻ പറഞ്ഞു ഇപ്പൊ കുട്ടികളുണ്ടായിരിക്കാം. അതുകൊണ്ട് എന്താണ് കുഴപ്പം? അപ്പൊ അവരിലേക്ക് കാര്യങ്ങൾ എന്ത് സംഭവിക്കും? സ്വഭാവ രൂപീകരണത്തിലേക്ക് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി അധികം വെറുതെ ചർച്ചയുണ്ട്. അപ്പൊ അങ്ങനെ വിനോദ ഉപാധിയൊന്നും അല്ല. അല്ല, ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന. അതിനാണ് പണ്ട് ഡോക്യുമെന്ററി ഉണ്ടാക്കിയിരുന്നതും സിനിമ ഉണ്ടാക്കിയിരുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്, ആളുകളെ സ്വാധീനിക്കാനാണ്. അല്ല അതിനിടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ എന്താണ് കാശ് പിടുങ്ങാൻ വേണ്ടി തമാശയ്ക്ക് പറയുന്നതാണ് ഇത് വിനോദ ഉപാധിയാണ്. അല്ലാതെ വിനോദ ഉപാധിയൊന്നുമല്ല. ആളുകളെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്. മഹാഭാരതം രാമായണം ഉണ്ടാക്കുന്നത് പിന്നെ എന്ത് കാര്യം കൊണ്ടാണ്? സെൻസർ ബോർഡ് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം ഇയാൾ എന്നോട് പറഞ്ഞു. വിജയ് സിനിമയിൽ അഭിനയിച്ച് 15 പേരെ ഇടിച്ചിടുന്നതല്ല ശരി. അതുകൊണ്ട് തന്നെയാണ് ആ മാർക്ക് മേടിച്ച് അവിടെ ജയിക്കുന്നത്. അത് കാരണം കൊണ്ട് അതുപോലത്തെ അസുബന്ധം പറയുന്നത്. ഇതൊക്കെ അഭിനയിക്കുന്നതിനും ഇതൊക്കെ ഇതുപോലുള്ള ആൾക്കാരെ ജയിപ്പിച്ച ഇതുപോലെ പറയും. അത്രേ ഉള്ളൂ. വിജയ്ക്ക് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും പുതിയതായി ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ പുതിയതായിട്ട് ചെയ്യാനൊന്നും അതിനുള്ള വിവരമൊന്നും അയക്കില്ല. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇലക്ഷൻ ആളുകളെ ജയിക്കുന്നു കാരണം കൊണ്ട് അവർക്ക് ഭരിക്കാനൊന്നും അറിയത്തില്ല.
ഇന്ത്യൻ ഭരണഘടനയെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെയാണ് അത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് സിംഗപ്പൂർ പോലെ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എനിക്കത് യൂണിയനാണിത്. അവര് എഴുതി വെച്ചിട്ടുണ്ട് പിരിയാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെ പറ്റുന്നത്? പിരിയാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോസ് വരണ്ടേ? അല്ല ഇയാൾക്ക് തന്നെത്താൻ എങ്ങനെ ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് മുകളിൽ ഇരുന്ന് ഭരിക്കുന്നവരാണ് അവര്. നമ്മൾ എലക്ട് ചെയ്യുന്ന ജനങ്ങൾ പരമാധികാരികളാണെന്നാണ് സങ്കല്പം ജനാധിപത്യത്തില്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തെരഞ്ഞെടുത്തവരെ പിരിച്ചുവിടുന്ന എങ്ങനെയാണ് അവർക്ക്? അതെങ്ങനെ പറ്റും? അതുകൊണ്ടാണ് അതൊക്കെ ഇയാൾക്ക് അതാണ് ഇയാൾക്കാണ് രാഷ്ട്രീയം അറിഞ്ഞുകൂടാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഓക്കെ. അപ്പൊ അങ്ങനെയല്ല.